തങ്ങൾ വിചാരിച്ചാൽ ഏത് രാഷ്ട്രീയ നേതാവിനെയും ഒരു മണിക്കൂർ കൊണ്ട് ബി.ജെ.പിയുടെ പാളയത്തിൽ എത്തിക്കാമെന്നാണ് കേന്ദ്രത്തിൽ അധികാരമുള്ള പല ബി.ജെ.പി നേതാക്കന്മാരുടെയും ഗർവും അവരുടെ മനസ്സിലിരിപ്പും. അതിന് അവർ പലപ്പോഴും പഠിച്ച പണി 18 ശ്രമിക്കാറുമുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമെല്ലാം ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് വരുന്ന വാർത്തകൾ ആശാവാഹമല്ല. ഒരു ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല വാർത്തകളല്ല. ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം നഷ്ടപ്പെട്ട മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിലെ 20ഓളം എംപിമാരെ തങ്ങളുടെ പാളയത്തിൽ അല്ലെങ്കിൽ NDA ക്യാമ്പിലെത്തിക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. നഗ്നമായ കുതിര കച്ചവടം, കേന്ദ്ര ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് അന്വേഷണ ഏജൻസികളെ കാണിച്ച് ഭയപ്പെടുത്തി പണം വേണ്ടവർക്ക് പണം നൽകി എല്ലാ തരത്തിലും ബി.ജെ.പി NDA അതിന്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അംഗസംഖ്യ വർദ്ധിപ്പിക്കേണ്ടതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ മാസം അല്ലെങ്കിൽ 2 മാസം മുമ്പേ വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട ബില്ല് ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയിൽ കൊണ്ടുവന്നപ്പോൾ 3/2 ഭൂരിപക്ഷമില്ലാത്തതിനാൽ അത് തള്ളുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് ആ പകയിൽ വെന്തുരുകയാണ് പല ബി.ജെ.പി നേതാക്കന്മാരുടെയും മനസ്സ്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള ബി.ജെ.പി നേതാക്കന്മാർ എന്ത് വില കൊടുത്തും 3/2 ഭൂരിപക്ഷം ഈ സഭയ്ക്കകത്ത് NDAക്ക് ഉണ്ടാക്കണമെന്ന വാശിയിലാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഖഗോലി ഘോഷിനെയും യൂസഫ് പത്താനെയും ശത്രുഘ്നൻ സിൻഹയെയും പോലുള്ള നേതാക്കന്മാരെ എംപിമാരെ ഉപയോഗിച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവി ഏതാണ്ട് അടച്ചു കളഞ്ഞത്. 20ഓളം എംപിമാർ NDA ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇനി അവർ നോട്ടമിടുന്നത് ശിവസേനയെയാണ്. നേരത്തെ തന്നെ മഹാരാഷ്ട്രയിലെ ശിവസേനയെ 2ആയി പിളർത്തിയിരുന്നു. ഉദ്ധവ് വിഭാഗം ശിവസേന, ഉദ്ധവ് താക്കറെ നേതൃത്വം നൽകുന്ന ശിവസേന ഇന്ത്യ മുന്നണിയോടൊപ്പമാണ്. മറുഭാഗത്ത് NDAയോടൊപ്പമുള്ളത് ഏക്നാഥ് ഷിൻഡെ നേതൃത്വം നൽകുന്ന ശിവസേനയാണ്. ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയ്ക്ക് 9 എംപിമാരാണുള്ളത്. ഇതിൽ 6 പേരെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് ബി.ജെ.പി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പച്ചയായ കുതിര കച്ചവടം, നഗ്നമായ ജനാധിപത്യ വ്യഭിചാരം എന്ന് നമുക്ക് ഇതിനെ വിളിക്കാൻ സാധിക്കും. നമുക്കറിയാം, ഈ രാജ്യത്ത് ബി.ജെ.പി ഓപ്പറേഷൻ ലോട്ടസിലൂടെ എതിരാഷ്ട്രീയ പാർട്ടികളിലെ MLA-മാരെ MP-മാരെ എല്ലാം വിലക്കെടുക്കുന്നത് നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുന്ന ആനുകാലിക രാഷ്ട്രീയ ഭൂമികയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെ പിളർത്തിയതിനു ശേഷം ശിവസേനയെ കൂടി നാമാവിശേഷമാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി ബി.ജെ.പി മുന്നോട്ടു പോകുന്നത്. ചാണക്യ ബുദ്ധി അമിത്ഷായുടെയോ അതോ നരേന്ദ്രമോദിയുടേതോ എന്നാണ് ചോദിക്കുന്നത്. എന്തായാലും രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥിതിക്ക്, രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥിതിക്ക് എതിരായ പ്രവർത്തനമാണ് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി.ജെ.പി അവരുടെ ഭരണ സ്വാധീനം ഉപയോഗിച്ച്, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്ര കാലം ഇത് ജനാധിപത്യ ഭാരതത്തിൽ മുന്നോട്ടു പോകുമെന്ന് കണ്ടറിയണം. നമുക്കറിയാം, തൃണമൂൽ കോൺഗ്രസിന്റെ ചിഹ്നങ്ങൾക്കും ശിവസേനയ്ക്കും ഒക്കെ വോട്ട് ചെയ്ത വോട്ടർമാരുടെ അവരെ പല്ലിളിച്ച് ചിരിച്ചു കാണിക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ അവരുടെ MP-മാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് വോട്ട് ചെയ്ത് ബി.ജെ.പിയെ പരാജയപ്പെടുത്തിയിട്ടാണ് പലയിടത്തും ശിവസേനയെയും തൃണമൂൽ കോൺഗ്രസിന്റെയും ആളുകളൊക്കെ ജയിപ്പിച്ചത്. വോട്ട് ചെയ്ത ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുന്ന ഇത്തരം ആളുകളെ ചൂലെടുത്തടിക്കാൻ വോട്ടർമാർ തയ്യാറായാൽ മാത്രമേ രാജ്യത്തെ ഈ കുതിര കച്ചവടത്തിന് ഒരു അറുതി വരുത്താൻ കഴിയൂ. ആയാറാം ഖയാറാം എന്ന് നമ്മൾ നേരത്തെയുള്ള രാഷ്ട്രീയ ചുവടുമാറ്റങ്ങളെ വിളിക്കാറുണ്ട്. ആയാറാം ഖയാറാം എന്ന് വിളിക്കുന്നത് ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുമ്പോഴാണ്. എന്നാൽ ഇതങ്ങനെയല്ല. ഒരു പാർട്ടിയിൽ മത്സരിച്ച് ജയിക്കുക, ആ പാർട്ടിയിൽ നിന്ന് തന്നെ ബി.ജെ.പിയുമായി വിലപേശുക, എന്നിട്ട് ബി.ജെ.പിയിൽ പോകാതെ NDAയിൽ ഒരു പ്രത്യേക ബ്ലോക്കായിരിക്കുക. ഇത് ഈ ജനാധിപത്യത്തിന് ഭൂഷണമല്ല. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇത്തരം നാണംകെട്ട ഏർപ്പാടിൽ നിന്ന് പിന്മാറണം. കാരണം ജനാധിപത്യത്തിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ ജനാധിപത്യം ലോകത്തിന്റെ നെറുകയിൽ ഒരു അഭിമാന സ്തംഭമായി നിൽക്കുകയാണ്. ആ ജനാധിപത്യത്തിന് ഒരു കളങ്കമേൽപ്പിക്കാൻ ഭരിക്കുന്ന ആളുകൾ തയ്യാറാവരുത്. 3/2 ഭൂരിപക്ഷം അത് നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാനുള്ള പ്രവർത്തനമാണ് ബി.ജെ.പി നടത്തേണ്ടത്. അല്ലാതെ കൈ നനയാതെ മീൻ പിടിക്കുന്ന ഈ നിലപാടിനോട്, ഈ നടപടിയോട് രാജ്യത്തെ ജനാധിപത്യത്തെ ഉൾക്കൊള്ളുന്ന, രാജ്യത്തെ ജനാധിപത്യം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന, രാജ്യ
രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളിൽ ഇപ്പോഴും വിശ്വസിക്കുന്ന ആളുകൾക്ക് പുച്ഛമായിരിക്കും എന്നതിൽ സംശയമില്ല.